ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയൊരു അറിവായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ആ അറിവ് എന്താണെന്നറിയുന്നതിന് മുമ്പായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല, ഈ അറിവ് എല്ലാവരിലേക്കും എത്തട്ടെ. നമ്മുടെ ചാനലിനെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം ലാമിനേറ്റ് ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഒരു കാരണവശാലും നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റുകളും ലാമിനേറ്റ് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ SLC ബുക്ക് ആയിക്കോട്ടെ, സ്കൂൾ കോളേജ് സർട്ടിഫിക്കറ്റുകളായിക്കോട്ടെ, അതല്ല മറ്റുള്ള എന്ത് സർട്ടിഫിക്കറ്റുകളായിക്കോട്ടെ, ഒരിക്കലും ലാമിനേറ്റ് ചെയ്യരുത്. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ മുതൽ വിദേശ രാജ്യങ്ങളൊക്കെ പോകേണ്ട കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എംബസി അറ്റസ്റ്റേഷൻ വരെ നമ്മൾ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെനിക്ക് കിട്ടിയൊരു സർട്ടിഫിക്കറ്റാണ്. ഇതിൻ്റെ പുറകിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാവുന്നതാണ്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുതൽ പല വിദേശ രാജ്യങ്ങളിലെ എംബസി അറ്റസ്റ്റേഷനും അതുകൂടാതെയുള്ള അറ്റസ്റ്റേഷനുകളെല്ലാം ഉണ്ട്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ലാമിനേറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ ഇത് സാധിക്കുകയില്ല. ലാമിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ഇളക്കിക്കൊണ്ട് വരാൻ പറയും. അങ്ങനെ ഇളക്കുന്ന സാഹചര്യത്തിൽ അത് ചിലപ്പോൾ നാശനഷ്ടം സംഭവിക്കാം. അതിനാൽ ഒരു കാരണവശാൽ നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റുകളും ലാമിനേറ്റ് ചെയ്യരുത്. സർട്ടിഫിക്കറ്റുകൾ മാത്രമല്ല, നമ്മുടെ പാസ്പോർട്ട് ലാമിനേറ്റ് ചെയ്യരുത്. അതുകൂടാതെ നമ്മുടെ ആധാരം, സ്ഥലം നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആധാരം നമ്മൾ ലാമിനേറ്റ് ചെയ്യാൻ പാടില്ല. അതിലും സീലും സൈനും ഒക്കെ മുന്നോട്ട് ആവശ്യമാണ്. അല്ലെങ്കിൽ വിൽക്കേണ്ട സാഹചര്യം വന്നാലും അത് നമുക്ക് ആവശ്യമായിട്ട് വരും. അന്നേരം അത് ലാമിനേറ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക് ലാമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് രേഖകളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈൻ വഴി ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകളെ നമുക്ക് ലാമിനേറ്റ് ചെയ്യാം. അതായത് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നമുക്ക് ഓൺലൈൻ വഴി ലഭിക്കും. മാരേജ് സർട്ടിഫിക്കറ്റ് നമുക്കിപ്പോൾ ഓൺലൈൻ വഴി ലഭിക്കും. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്ന ആയതുകൊണ്ട് ലാമിനേറ്റ് ചെയ്താലും കുഴപ്പമില്ല. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുദ്രപത്രങ്ങളിൽ എഴുതി തരുന്ന ബർത്ത് ആയിക്കോട്ടെ, മാരേജ് ആയിക്കോട്ടെ, അത് നമ്മൾ ലാമിനേറ്റ് ചെയ്യരുത്. പിന്നെ നമ്മുടെ ID കാർഡുകളെല്ലാം നമുക്ക് ലാമിനേറ്റ് ചെയ്യാം. ആധാർ ആയിക്കോട്ടെ, വോട്ടർ ID കാർഡ് ആയിക്കോട്ടെ, പാൻ കാർഡ് ആയിക്കോട്ടെ, ഡ്രൈവിംഗ് ലൈസൻസ് ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം അത് പിന്നെയും നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എടുക്കാൻ സാധിക്കാത്തതും എന്നാൽ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായ സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ, ആധാരം, അതുപോലുള്ള അനുബന്ധ രേഖകളൊന്നും നമ്മൾ ഒരിക്കലും ലാമിനേറ്റ് ചെയ്യരുത്. സപ്പോസ് ലാമിനേറ്റ് ചെയ്ത് പോരാണെങ്കിൽ അതിനിപ്പോൾ ലാമിനേഷൻ റിമൂവ് ചെയ്യാൻ അവസരമുണ്ട്, അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നാലും പഴയതിൻ്റെ അത്രയും നല്ല രീതിയിൽ അത് ലഭിക്കണമെന്നില്ല. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടതായിട്ട് വരും. ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ സാധിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് ഇച്ചിരി സമയവും അതുപോലെ തന്നെ അതിന് കുറച്ച് സാഹചര്യങ്ങളും ഒക്കെ വേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ ലാമിനേറ്റ് ചെയ്യരുത്.